ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातान् सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्ता श्रीराधा कान्ता नमस्तुते। तप्त काञ्चन गौरांगी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നൊരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേണുഗീതം കംപ്ലീറ്റ് ചെയ്തു. 30 ക്ലാസ് അങ്ങനെ എടുത്തു തോന്നുന്നു വേണുഗീതം, ഇഫ് ഐ എം നോട്ട് റോങ്. നോക്കിട്ട് 30 ആഴ്ച കൊണ്ടാണ്, നമ്മൾ 30 ക്ലാസ് കൊണ്ടാണ് വേണുഗീതം തീർത്തത് അല്ലേ? 30 ക്ലാസ്സുകൾ. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വിഷയം തുടങ്ങുകയാണ്. പുതിയ വിഷയമാണ് ഗുരു അഷ്ടകം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ഓതറൈസ്ഡ് സ്പീക്കർ അല്ല, പകരം ഞാനൊരു ലൗഡ് സ്പീക്കറാണ്. ലൗഡ് സ്പീക്കർ എന്ന് പറയുമ്പോൾ വേറൊരാളിന്റെ ശബ്ദം എന്നിലൂടെ മൂന്നാമതൊരാളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളതിൽ എത്തിക്കുന്നു. അതാണ് ലൗഡ് സ്പീക്കറിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ധർമ്മം, അല്ലെങ്കിൽ സ്വഭാവം. അതുപോലെ തന്നെ ഞാൻ എവിടെങ്കിലും കേട്ട കാര്യങ്ങൾ ബാക്കി ഭഗവാന്റെ സീനിയർ ഭക്തരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഞാൻ അത് കോപ്പി ചെയ്ത് നിങ്ങളിൽ എത്തിക്കുകയാണ്. ഞാൻ എൻ്റെതായിട്ട് ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ ഇടാനൊന്നും ഇല്ല. ആധ്യാത്മികമായ വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. ജസ്റ്റ് ഒരു ലൗഡ് സ്പീക്കറായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ക്രെഡിറ്റും ആ ഭക്തർക്കുള്ളതാണ്. എന്തെങ്കിലും തെറ്റായി എന്നിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. ഗുരു അഷ്ടകം പോലെയുള്ള ഒരു കാവ്യത്തെ അപഗ്രഹം ചെയ്യാനോ അപഗ്രഹം ചെയ്ത് സംസാരിക്കാനോ വ്യാഖ്യാനിക്കാനോ ഉള്ള യാതൊരുവിധ അർഹത പോലും എനിക്കില്ല. കാരണം ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യുന്നതല്ല. പിന്നെ എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും എൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ചെയ്യുകയാണ്. അഷ്ടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ശ്ലോകങ്ങൾ അടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇത് അഷ്ടകം എന്ന് പറയുന്നത്. ഇത് ആർക്കും അറിയാവോ ഗുരു അഷ്ടകം രചിച്ചത് ആരാണെന്ന്? ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ. എക്സാക്ട്ലി. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ 9 ശ്ലോകമാണ് രചിച്ചത്. അതിൽ 9ാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫലശ്രുതിയാണ്. അത് നമ്മൾ കൂട്ടത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. ബാക്കി 8 ശ്ലോകങ്ങളാണ് നമ്മൾ ഗുരുവിനെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്, വായിക്കുന്നത്. അതുകൊണ്ടാണ് അഷ്ടകം എന്ന് പറയുന്നത്. 10 ആയിരുന്നെങ്കിൽ ദശകം എന്ന് പറഞ്ഞത്. ഒരു ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ നിന്ന്, ഒരു ബദ്ധ ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മ ലോകത്തിൽ എത്താൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ശ്രീല പ്രഭുപാദ് നമുക്ക് തന്നിട്ടുണ്ട്. വേറെ വെളിയിൽ നിന്ന് നമുക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, വായിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും പലരും പരിചയമുള്ള ആൾക്കാർ എനിക്ക് ഒരുപാട് ലിങ്ക്സ് അയച്ചു തരാറുണ്ട്. അത് കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അയ്യോ ഈ സ്വാമിയോട് ഒന്ന് കേൾക്കുക, ഇവിടെ നോക്കുക. ഞാൻ വിനയപൂർവ്വം അത് നിരസിച്ചിട്ട് അവരോട് പറയും, എനിക്ക് എൻ്റെ ഗുരുപരമ്പര തന്നിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും കേൾക്കാനും അറിയാനുള്ള സമയം ഇല്ല. ഒരു ജന്മം കൊണ്ട് തീർക്കാൻ പറ്റാത്ത അത്ര അവർ തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വെളിയിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ കഴിയും. വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാളുടെ നിങ്ങൾ കൊണ്ട് ആളിന്റെ അടുക്കൊണ്ട് നിങ്ങൾ എത്ര ഇഷ്ടമുള്ള ആഹാരം കൊടുത്താൽ അവരെന്താ പറയുമോ എനിക്കിപ്പോ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അതേപോലെ തന്നെയാണ്. അപ്പൊ പ്രഭുപാദ് നമുക്ക് തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ, അതായത് ഒരു ജീവാത്മാവിന് ആധ്യാത്മ ലോകത്തിൽ എത്താൻ എന്തെല്ലാം നമുക്ക് വേണമോ അതെല്ലാം തന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായി തന്നിരിക്കുന്ന നമ്മുടെ ഗ്രന്ഥങ്ങളാണ്. ശ്രീലപ്രഭുപാദന്റെ 80-ലധികം ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രം മതി ഒരു ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിലെ ബന്ധനത്തിൽ നിന്ന് മോചിതനാകാൻ. അതേപോലെ ശ്രേഷ്ഠമാണ് പ്രഭുപാദ് നമുക്ക് മോർണിംഗ് പ്രോഗ്രാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഗുരു അഷ്ടകം, നരസിംഹാർത്തി, തുളസി പൂജ, ചൈതന്യ ശിഷ്ടാഷ്ടകം, പിന്നെ ജപ സെഷൻ, ഇത് കഴിഞ്ഞ് ഗുരുപൂജ. ഇത് മാത്രം നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഗുരു അഷ്ടകമാണ്. ഏകദേശം 80-ലധികം രാജ്യങ്ങൾ, 700-ലധികം ക്ഷേത്രങ്ങൾ, 1000-ലധികം സെന്ററുകൾ, എല്ലായിടത്തും രാവിലെ ഈ മോർണിംഗ് പ്രോഗ്രാം തുടങ്ങുന്നത് ഗുരു അഷ്ടകത്തിൽ നിന്നാണ്. നിങ്ങൾ ഇസ്കോൺ വെള്ളി ഏത് ക്ഷേത്രത്തിൽ പോയാലും, നിങ്ങൾ തിരുപ്പതിയിൽ പോവോ ഗുരുവായൂർ പോയി ക്ഷേത്രത്തിൽ പോയാലും, ക്ഷേത്രം തുടങ്ങുമ്പോൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും കീർത്തനമാണ്. ഹരിനാമ സങ്കീർത്തനമായിരിക്കും, അല്ലെങ്കിൽ നാരായണത്തിലുള്ള ശ്ലോകമായിരിക്കും, ചിലപ്പോൾ ജ്ഞാനപ്പാനായിരിക്കും. ഇതൊക്കെ ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇസ്കോൺ ഒള്ളി എൻ്റെ കൺസെപ്റ്റ് ശരിയാണെങ്കിൽ ഒള്ളി ഇസ്കോൺ സംസ്ഥയിൽ മാത്രമാണ് എവിടെ ഏത് രാജ്യത്ത് ഏത് സമയത്ത് ഇസ്കോൺ ക്ഷേത്രം തുറന്നാൽ ആ ക്ഷേത്രം തുറക്കുമ്പോൾ ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഗുരുവിന്റെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നു. ഇവിടെ ഭഗവാനെ അല്ല നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്, ഗുരുവിനെയാണ്. നട തുറന്നു വെച്ചിരിക്കുകയാണ്, ഭഗവാനെ കേൾക്കുകയാണത്. ബാക്കി ഏത് ക്ഷേത്രം നിങ്ങൾ പോയാലും, ശിവക്ഷേത്രത്തിൽ പോയാൽ ശിവന്റെ കേൾക്കാം, ദേവീക്ഷേത്രത്തിൽ ദേവിയുടെ കേൾക്കാം. പക്ഷെ ഇസ്കോൺ ഒള്ളി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇസ്കോൺ ഒള്ളി ക്ഷേത്രമാണ് എവിടെ നട തുറന്നു വെച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഗുരുവിന്റെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നത്. ഹരിഭക്തി വിലാസത്തിൽ സുന്ദരവർ പറയുന്നത് പ്രഥമം തു ഗുരു പൂജ്യ തദച്ച മമ അർച്ചന. പ്രഥമം തു ഗുരു പൂജ്യ, ഇത് ഭഗവാൻ പറയുന്നതായിട്ടാണ് ഹരിഭക്തി വിലാസം പറയുന്നത്. ആദ്യം നീ ഗുരുവിന്റെ പൂജ ചെയ്യുക, ശേഷം മാത്രം എൻ്റെ എന്ന് പറയുന്നുണ്ട്. അതായത് എൻ്റെ പൂജ അർച്ചനകളും തദച്ച മമ അർച്ചന, അതിനുശേഷം മതി. അതിനുശേഷം ഗുരുവിനെ പൂജിച്ചതിന് ശേഷം മതി. അതിനകത്ത് പറയുന്നതാണ്, ആരെങ്കിലും ഗുരുവിനെ ആദരിക്കാതെ പൂജിക്കാതെ എന്നെ മാത്രം പൂജിച്ചാൽ നിഷ്ഫലം ഭവേത്, അതുകൊണ്ട് ഒരു ഫലവും ലഭിക്കില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് പ്രഥമം തു ഗുരു പൂജ തദച്ച മമ അർച്ചന നിഷ്ഫലം ഭവേത്. എങ്ങനെ വേറെ, അതായത് ഗുരുവിനെ അർച്ചിക്കാതെ ഗുരുവിനെ പൂജിക്കാതെ എന്നെ മാത്രം ആദരിച്ചു കഴിഞ്ഞാൽ നിഷ്ഫലം ഭവേത്. ഇത് പ്രഭുപാദ് പറയും. അതുകൊണ്ടായിരിക്കണം പ്രഭുപാദ് നമുക്ക് ആദ്യം നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഗുരുപൂജയിലാണ്. ഗുരുഅഷ്ടകത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ വളരെ അഗാധമാണ്. അഗാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന്റെ അഗാധയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് നമുക്ക് കരയ്ക്ക് നിന്നുകൊണ്ട് കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇതിന്റെ അർത്ഥം വിവരിക്കുക, അതിന്റെ ഓരോ ഉൾക്കൊള്ളുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുരുവന്മാരുള്ള എല്ലാ ആചാര്യന്മാരുടെയും വർത്തമാന ആചാര്യന്മാരുടെയും വർത്തമാന ഗുരുക്കന്മാരുടെയും മൺമറഞ്ഞു പോയ ഈ ഭൗതികത്തിൽ പോയ ആചാര്യന്മാരുടെയും പാതാരബിന്ദങ്ങളിൽ വിനീതമായി നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുവിധം എങ്ങനെയെങ്കിലും ഇത് കുറച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും അവർക്ക് നമുക്ക് തരട്ടെ. പ്രത്യേകിച്ച് പ്രഭുപാദിന്റെ ചരണാരബിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവരുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ
അപ്പൊ മാതാജി പറഞ്ഞ പോലെ ഗുരുഅഷ്ടകം നമ്മുടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറാണ് രചിച്ചിരിക്കുന്നത്. പക്ഷെ പിന്നെ മറ്റേ ശ്രീപാദ് ശങ്കരാചാര്യർ ഒരു ഗുരുഅഷ്ടകം രചിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഗുരുഅഷ്ടം വ്യത്യസ്തമായിട്ടല്ല രചിച്ചിരിക്കുന്നത്. നമ്മൾ ഇസ്കോണിൽ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന്റെ ഗുരുഅഷ്ടമാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പൊ ഫലസ്തുതിയുടെ കാര്യം ഞാൻ പറയാം. ഫലസ്തുതി പറഞ്ഞത് ശ്രീമദ് ഗുരു അഷ്ടകം ഏതത് ഉച്ചൈ ബ്രഹ്മമുഹൂർത്തൈ ഫലതി പ്രയത്നേ. ശ്രീമദ് ഗുരു അഷ്ടകം, ഈ ഗുരു അഷ്ടകം ഏതത് ഉച്ചൈ, ഉച്ചത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഏതത് ആരാണോ പഠതി പ്രയത്നാത്, പ്രയത്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രയത്നം എന്നല്ല, ശ്രദ്ധയോടും ഭക്തിയോടും അർത്ഥം മനസ്സിലാക്കിയും ഏതൊരു വ്യക്തിയാണോ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗുരു അഷ്ടം ഉറച്ച ശബ്ദം ജപിക്കുന്നത് അല്ലെങ്കിൽ കീർത്തനം ചെയ്യുന്നത്, യസ്തേന വൃന്ദാവന സാക്ഷാൽ സേവേ ലഭ്യ യനുഷന്ത ഏവ, അങ്ങനെയുള്ളവർക്ക് വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീ രാധാകൃഷ്ണന്റെ സേവ ലഭിക്കും. എപ്പോൾ? യനുഷന്ത ഏവ, അതായത് ജീവന്റെ അവസാനം, മരിച്ചു കഴിയുമ്പോൾ, ഈ ശരീരം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ഏതൊരു വ്യക്തിയാണോ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇതിന്റെ ഭക്തിയോടും ശ്രദ്ധയോടും അർത്ഥമറിഞ്ഞും ഗുരു അഷ്ടകം ചൊല്ലുന്നത്, അവർക്ക് മുക്തി ലഭിക്കും. നോക്ക്, നമ്മള് ഇസ്കോണിൽ വന്നതിന് ശേഷം ഗുരുവിനെ ലഭിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഇസ്കോണിൽ വന്നപ്പോൾ അന്ന് പോലും മാലയിപ്പിക്കാൻ, ഹരകൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഇതുവരെ ഗുരുവിന് ലഭിക്കാത്തവരുമുണ്ട്, ഗുരുവിന് ലഭിച്ചവരുമുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഹരകൃഷ്ണ മന്ത്രം ജപിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഗുരു നമുക്ക് ഹരകൃഷ്ണ മന്ത്രം തന്നു. അപ്പൊ വ്യത്യാസം എന്താണ്? അതായത് ഗുരു നമുക്ക് ഹരകൃഷ്ണ മന്ത്രം നമുക്ക് നേരത്തെ ജപിക്കാൻ, നമ്മൾ യാന്ത്രികമായിട്ട് ജപിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഹരകൃഷ്ണ മന്ത്രത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതിന്റെ രഹസ്യ സ്വഭാവം, അതിന്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങൾ, അതിൽ പ്രവേശിക്കാൻ നമുക്ക് ഗുരുവിന്റെ കൃപ കൊണ്ട് മാത്രമേ പറ്റൂ. ഗുരു നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതായത് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ അഗാധതയിലേക്ക്, രഹസ്യ ഭാഗങ്ങളിലേക്ക് ഗുരു നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. അതായത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഹരേകൃഷ്ണ മന്ത്രം ലാപ്ടോപ്പ് ആണെന്ന് ഇരിക്കട്ടെ, ഒരു ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പ് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ, ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റും. ഹരേകൃഷ്ണ മഹാമന്ത്രം ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ആ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനകത്ത് പ്രവേശിക്കാനുള്ള പാസ്വേഡ് എന്ന് പറഞ്ഞ ഗുരുവാണ്. അപ്പൊ ഗുരുവിന്റെ കൃപയില്ലാതെ നമുക്ക് ഒരിക്കലും അതിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ 8 ശ്ലോകങ്ങളിലായിട്ട് 8 വളരെ അമൂല്യമായ രത്നങ്ങളാണ് ഗുരു നമുക്ക് തരുന്നത്. വളരെ അമൂല്യമായ 8 രത്നങ്ങളാണ് തരുന്നത്. അതിലത്തെ ആദ്യത്തെ രത്നം ഇന്ന് നമ്മൾ അറിയാൻ പോവാണ്. എന്താണ് ആദ്യത്തെ ശ്ലോകം? എല്ലാവർക്കും അറിയായിരിക്കും. സംസാരധാവാൻ അനലി ഢലോക ത്രാണായ കാരുണ്യ ഘനാഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരുശ്രീ ചരണാരവിന്ദം. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തില് ഈ 8 ശ്ലോകങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞു 8 അമൂല്യ രത്നങ്ങളാണ് ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അല്ലെങ്കിൽ ഗുരു നമുക്ക് തരുന്നത്. ഇത് 8 രത്നങ്ങളുടെ 8 തത്വങ്ങളാണ്. അതിൽ ആദ്യത്തെ തത്വമാണ് മായാതത്വം. അപ്പൊ ഈ ആദ്യത്തെ, അതായത് സംസാരധാവാൻ അനലി ഢലോക ത്രാണായ കാരുണ്യ ഘനാഘനത്വം നമുക്ക് ഗുരു തരുന്ന ആദ്യത്തെ തത്വമാണ്. ദാവാനല, ദാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഫയർ. ഏത് വൈൽഡ് ഫയർ? സംസാര ദാവാനല, കാട്ടുതീയല്ല, ഈ ഭൗതിക ലോകത്തിലുള്ള വൈൽഡ് ഫയർ കാട്ടുതീ, അതിനെയാണ് സംസാര ദാവാനല എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തില് എല്ലാവരും വിവിധ ക്ലേശങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താപത്രയം എന്നാണ് പറഞ്ഞത്. 3 തരത്തിലുള്ള താപങ്ങൾ. ഏതൊക്കെയാണ്? ആദി ഭൗതികം, ആദി ദൈവികം, ആദി ആത്മികം. ഇത് കൂടെ നമ്മുടെ ഉള്ളിലുള്ള താപം, അതായത് നമ്മുടെ മനസ്സ് നമുക്ക് തരുന്ന, നമ്മുടെ ഹൃദയം നമുക്ക് തരുന്ന വേദനകൾ. വെളിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊരു ദുഃഖത്തിനെടുത്താലും ഈ 3 എണ്ണത്തിനകത്ത് വരും. നമ്മുടെ ശരീരവും മനസ്സും തരുന്നതാണ് ആധ്യാത്മികം. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രാണികൾ, ബാക്കിയുള്ള മനുഷ്യർ തരുന്നത് ദുഃഖങ്ങൾ. അത് കൊതുകടിക്കുന്നതും ആദി ഭൗതികമാണ്. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ. ഈ 3 ദുഃഖങ്ങളെ നമുക്കുള്ളൂ, അല്ലാതെ വേറൊരു ദുഃഖമില്ല. ശരീരം മനസ്സും തരുന്ന ദുഃഖം, ബാക്കിയുള്ള പ്രാണികളും മനുഷ്യരും തരുന്ന ദുഃഖം, ഭൗതിക പ്രകൃതി നമുക്ക് തരുന്ന ദുഃഖം. ഈ ദുഃഖങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്ന് ആരും ഇത് സമ്മതിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക.
നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് ഒരു 10 നിലയുള്ള ബിൽഡിംഗ് ആണ്, അല്ലെ ഒരു 8-10 നിലയുള്ള ബിൽഡിംഗ് ആണ്. അതിൽ ഏറ്റവും താഴത്തെ നിലയിൽ അല്ലെ രണ്ടാമത്തെ നിലയിൽ തീ പിടിച്ചു. നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ അതിന്റെ ഇടയ്ക്ക് വേണം കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇപ്പൊ ഒന്നാമത്തെ നിലയിലേക്ക് തീ പിടിച്ചെടുത്ത് 5ാമത്തെ നിലയാകുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറയാൻ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ചാടി എണ്ണിച്ച് രക്ഷപ്പെടാൻ തോന്നും. പക്ഷെ ഇത്രയും അധികം ക്ലേശങ്ങളുള്ള ഈ ആദിഭൗതിക, ആദിദേവി, ആധ്യാത്മിക ക്ലേശങ്ങള്, ജന്മമൃത്യു ജറ്റാവധി, ഈ ക്ലേശങ്ങൾ ഉണ്ടായിട്ട് പോലും, ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഭൗതിക ലോകമാകുന്ന ബിൽഡിങ്ങിൽ തീ പിടിച്ച് പുകഞ്ഞ് നമ്മൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മൾ ഓരോ വേദനയും ഓരോ ദുഃഖവും അത് കഴിയുമ്പോൾ നമ്മൾ മറക്കുകയാണ്. വീണ്ടും മനുഷ്യർ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ സംസാര ദാവനയിൽ കിടന്ന് വെന്തെരിഞ്ഞുരുകിയിട്ട് പോലും രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കഠിനമായ പ്രയത്നം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. അതായത് 2-3 വർഷം മുമ്പാണ് ആസ്ട്രേലിയയിൽ ഒരു ബുഷ് ഫയർ എന്ന് പറഞ്ഞാൽ ഈ പുല്ല് വളർന്നു നിൽക്കുന്ന മലകള് ഇങ്ങനെ ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന് തീ പിടിച്ചു. എന്തെല്ലാം ചെയ്തിട്ടും അത് അണയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അത് വേൾഡ് ന്യൂസ് ആയിരുന്നു. അത് നമ്മളൊക്കെ മറന്നു പോയി കാണും. നടക്കുന്ന ആസ്ട്രേലിയ, പിന്നെ നമുക്ക് എന്താ അത് ന്യൂസ്? നമുക്ക് എറണാകുളത്തോ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ വിഷയം. ആ സമയത്ത് ഗുരുദേവ് പരംപൂജ ജയപാദ സ്വാമിമാർ US അപ്പൊ അദ്ദേഹത്തിന്റെ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം കേട്ടിട്ട് ഒന്ന് സ്മൈൽ ചെയ്തിട്ട് പറഞ്ഞതാണ്, ഒരു പുല്ല്, ഒരു ബുഷ് ഫയർ, അതായത് ഒരു വലയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞപ്പം ഈ ഭൗതിക ലോകത്ത് എല്ലായിടത്തും ഹാഹാർ ബച്ചുകയാണ്, ഹാഹാർ ബച്ചുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോശിക്കുന്നു. അങ്ങനെ ഈ ഭൗതിക ലോകം മുഴുവനും ആഹാഹാർ ആക്രോശിക്കുമ്പോൾ ശ്രീ ഗുരു ഈ ഭൗതിക ലോകത്തിൽ വരുന്നു, ആ ക്ലേശങ്ങൾ മാറ്റാൻ വേണ്ടി. അപ്പൊ ഇവിടെ ആദ്യത്തെ ലൈനിൽ പറഞ്ഞ സംസാര ദാവാനല ലീഡ ലോകം എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ. സംസാര ദാവാനല ലീഡ ഒന്നിച്ചങ്ങ് വെക്കുവാണ്, ലീഡ ലോകം എന്നാണ്. ലീഡ് എന്ന് പറഞ്ഞാൽ ഗ്രസ്തം എന്നാണ് സംസ്കൃതാർത്ഥം. ഗ്രസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറയുന്നത് അതിന്റെ അർത്ഥം? നമ്മളില്ലേ ജാതകമൊക്കെ നോട്ട് പറയത്തില്ലയോ, ഇവന് ശനിയുടെ അപഗ്രഥം എന്തായാലും പറയുന്നൊരു വാക്കുണ്ട്. അപഗ്രഹിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ അപഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഗ്രസ്തം എന്ന് പറഞ്ഞതാണ്. ലീഡ് ലോകഗ്രസ്തം, ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൗതിക ലോകത്തില്, അതായത് വശുനക്കടുത്ത് പറയുന്ന നമ്മുടെ ഈ ഭൗതിക ലോകത്തെ ഒരു അഗ്നി കാട്ടുതിയായിട്ട് വിശ്വാസചക്രവർത്തി ഉപയോഗിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത് ഗ്രസിച്ചിരിക്കുകയാണ്. അപഹാരം. താങ്ക് യു ബ്രോ. അപഹാരം നമ്മൾ പറയണ്ട, അപഹാരം ശനിയുടെ അപഹാരമാണ്. അത് വെച്ചാൽ നമ്മളെ ആ ശനി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതേപോലെ ഈ ഭൗതിക ലോകത്തിലെ തീ അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ ദുഃഖം നമ്മളെ വിഴുങ്ങിയിരിക്കുകയാണ്. അപ്പൊ കാട്ടുതീ എങ്ങനെയാണ് ആരംഭിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് വിശ്വാസചക്രവർത്തി കാട്ടുതീയായിട്ട് ഇതിനെ ഉപമിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് കാട്ടുതീ കർഷണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. മുള കൊണ്ടോ വേല കൊണ്ടോ ഏതെങ്കിലും കർഷണത്തിൽ ചെറിയ തീപ്പിരി അത് വളർന്ന് കാട്ടുതീയായി കഴിഞ്ഞ് ആ കാട്ടിലുള്ള സർവ്വ ജീവജാലങ്ങളെ നശിപ്പിക്കും. മാസങ്ങളോടും വർഷങ്ങളോടും അത് അവിടെ നിൽക്കും. പക്ഷെ ഈ കർഷണം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. ഒരു ശാസ്ത്രജ്ഞന് മനസ്സിലാക്കില്ല എക്സാക്ട്ലി എവിടെ നിന്നാണ് ഉണ്ടായത്, ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതേപോലെ അനാദികാലം മുതൽ അനാദി ജീവികൾ അനന്തകർമ്മങ്ങളുടെ ഫലം ഈ ഭൗതിക ലോകത്തിൽ അനുഭവിച്ച് കിടക്കുമ്പോൾ നമുക്കറിയത്തില്ല നമ്മളുടെ ഈ താപം എവിടെ ഏത് കർഷണത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഏത് കർഷണത്തിലാണ് തുടങ്ങിയെന്ന് അറിയാൻ പറ്റും, പക്ഷെ എന്നാണ് തുടങ്ങിയെന്ന് അറിയാൻ പറ്റില്ല. ഏത് കർഷണത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സമയത്ത് നമ്മൾ കൃഷ്ണനിൽ നിന്നും വിമുഖതനായി, നമ്മുടെ മുഖം കൃഷ്ണനിൽ നിന്ന് നമ്മൾ തിരിച്ച് ഭൗതിക ഇച്ഛകളോട് തിരിച്ചു, ഭൗതിക ലോകത്തോട് തിരിച്ചു, ഭൗതിക ആഗ്രഹത്തോട് തിരിച്ചു, യോഗമായിൽ നിന്ന് മഹാമായയിലോട്ട് തിരിച്ചു. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ കർഷണം ഉണ്ടായി. എന്തിന്റെ കർഷണം? കാട്ടുതീയുടെ ഭൗതികമായ ദുഃഖത്തിന്റെ ആ കർഷണം ഉണ്ടായി. അത് വളർന്ന് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു. അത് എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അതറിയില്ല. എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കൃഷ്ണൻ വിമുഖത കാണിച്ചിടം മുതൽ തുടങ്ങി. അപ്പൊ ഇവിടെ ത്രാണായ കാരുണ്യ ഘനാഘനത്വം. അപ്പൊ ഈ
കാട്ടുതീ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് അഗ്നിയിൽ എരിയുന്ന നമ്മളെ ഘനാഘനത്വം എന്ന് പറഞ്ഞാൽ മേഘങ്ങളെയാണ്. ഭഗവാന്റെ ഒരു പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഘനശ്യാം, മേഘവർണ്ണൻ, അതാ ഘന. അപ്പൊ ഘനാഘനത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘങ്ങൾ, പുതിയ കാർമേഘങ്ങൾ. പുതിയ കാർമേഘം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന കാർമേഘങ്ങൾ. അപ്പൊ ത്രാണായ ത്രാണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, പരിത്രാണായ സാധു, ത്രാണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. അപ്പൊ ഈ കാർമേഘങ്ങൾ വന്നത് എന്തിനാണ്? രക്ഷിക്കുക. നമുക്കറിയാം കാട്ടുതീ എങ്ങനെയൊക്കെ അണയ്ക്കാൻ നോക്കിയാലും അണയില്ല. അത് ഫയർ എഞ്ചിൻ വന്നാലും ശരി, ഹെലികോപ്റ്റർ വെള്ളം വെച്ചിട്ട് അണയ്ക്കാൻ പറ്റില്ല. അപ്പൊ മഴ പെയ്യുന്നില്ല, അതുവരെ ഇങ്ങനെ കത്തിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് അണയൂ. അപ്പൊ ഇവിടെ കാർമേഘം എന്ന് പറഞ്ഞ ഗുരു പറഞ്ഞു കഴിഞ്ഞാല് സംസാര ധാവനല്ല ഭൗതിക ക്ലേശങ്ങള്, അത് ഈ ക്ലേശം അല്ലെങ്കിൽ ദുഃഖമായ അഗ്നിയെ അണയ്ക്കണമെങ്കിൽ അണയ്ക്കാനുള്ള മഴയാണ്, അതായത് മേഘങ്ങളാണ് കൃഷ്ണകൃപ. ഒന്നുകൂടെ ഞാൻ പറയാം, കാട്ടുതീ അണയ്ക്കണമെന്നുണ്ടെങ്കിൽ മഴ പെയ്യണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിലെ താപത്തിൽ എരിയുന്ന നമ്മളെ ത്രാണായ കാരുണ്യ ഘനത്വം എന്ന് പറയുന്നത് കൃഷ്ണകൃപയാണ്. അതായത് ആ കൃഷ്ണകൃപ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നോക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞു കാട്ടുതീ അണയ്ക്കണമെങ്കിൽ മഴ പെയ്യണം, മഴ പെയ്യണമെങ്കിൽ കാർമേഘം വേണം, കാർമേഘം വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു സമുദ്രം വേണം. ആ സമുദ്രം എവിടെയാണ് നമുക്കറിയില്ല, നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്ന കാർമേഘത്തെ മാത്രമേ കാണുന്നുള്ളൂ. ഏത് സമുദ്രത്തിൽ വന്നാണ് കാർമേഘം? ഇന്ത്യൻ സമുദ്രത്തിലാണോ, പസഫിക് ഓഷ്യനിലാണോ, അറേബ്യൻ കടലിലാണോ ചോദിച്ചാൽ നമുക്കറിയില്ല. ഇനി കാലാവസ്ഥക്കാർക്ക് അറിയായിരിക്കും, അതെനിക്കറിയില്ല. അതേപോലെ തന്നെ ഈ സമുദ്രം എന്ന് പറയുന്നത് കൃപയുടെ സമുദ്രമാണ് കൃഷ്ണൻ. ആ സമുദ്രത്തിൽ നിന്നും വരുന്ന കൃപ കാർമേഘങ്ങളായിട്ട് നമുക്ക് വേണ്ടി വരുന്ന, നമ്മളിൽ കാരുണ്യത്തിന്റെ മഴ പെയ്യിക്കുന്ന ആ കാർമേഘമാണ് ഗുരു. അപ്പൊ സമുദ്രമല്ല കൃഷ്ണൻ നമ്മൾ കാണുന്നത് നമ്മുടെ ഗുരുവിനെ മാത്രമാണ് കാണുന്നത്. ആ ഗുരു മേഘങ്ങൾ ആയി നമ്മളിൽ പെയ്തിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ, നമ്മുടെ വെളിയിലുള്ളതായാലും ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാതാകും. അതാണ് ഹേ കൃഷ്ണ കരുണാ സിന്ധു. കരുണയുടെ കരുണാ സമുദ്രമാണ് കൃഷ്ണൻ. സമുദ്രം എവിടെയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മൾ കാണുന്നത് മേഘങ്ങളെ മാത്രമാണ്. അത് കാർമേഘങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഗുരു. അപ്പൊ മഴയ്ക്ക് വേണ്ടി നമ്മൾ മേഘത്തെ വിളിക്കാറുണ്ടോ? നമ്മൾ മേഘത്തിനോട് പ്രാർത്ഥിക്കാറില്ല മഴ വേണമെന്ന് പറഞ്ഞു. മേഘം തന്നെയാണ് വരുന്നത്. മേഘത്തിന് അറിയാം ഇവിടെ മഴ വേണം, വരുന്നു. അതേപോലെ നമ്മൾ ഗുരുവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, ഗുരു തന്നെയാണ് വരുന്നത്. നമ്മളുടെ ദുഃഖം കണ്ട് സഹിക്കാൻ മേലാഞ്ഞിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ഈ അഗ്നിയിൽ എരിയുന്ന കണ്ടിട്ട് ആധ്യാത്മിക ലോകത്തിൽ വളരെ സുന്ദരമായിട്ട് ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരുന്ന ആ ഗുരുതത്വം ഔട്ട് ഓഫ് കോസ്ലെസ് മേഴ്സി, അതായത് ആ കൃപ പെയ്തിറങ്ങുകയാണ് അവര് ഗുരുവിന്റെ രൂപത്തിൽ നമ്മളുടെ ഇടയിൽ. പക്ഷെ ആ ഗുരുവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അതായത് ശാസ്ത്രങ്ങളില് ഒരു ജീവാത്മാവിന് ഗുരുവിനെ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഭഗവാനെ ലഭിക്കാൻ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മഴ ലഭിക്കണമെന്ന് എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്ത് നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഗുരുവിനെ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവിനെ നമുക്ക് കിളിക്കുന്നത് കൃഷ്ണന്റെ കൃപ കൊണ്ടാണ് ഒരാൾക്ക് ഗുരുവിനെ കിട്ടുന്നത്. ഇത് ശ്രദ്ധിച്ചേക്കുക. ഒരു ജീവാത്മാവ് ഏതെങ്കിലും സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ കൃഷ്ണഭക്തിയുടെ വിത്ത് കിട്ടിക്കഴിയുമ്പോൾ, വിത്ത് എങ്ങനെയാ കിട്ടുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളെങ്കിൽ ഞാൻ ഒന്ന് പറയാം. എവിടെങ്കിലും നമ്മളൊരു കൃഷ്ണ എന്നുള്ള വാക്ക് ഉച്ചരിച്ചു, കേട്ടു, ഏതെങ്കിലും കൃഷ്ണഭക്തിനെ സഹായിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ദർശനം കണ്ടു, അല്ലെങ്കിൽ ഭഗവത് കണ്ടു, വായിച്ചു, അങ്ങനെ ആ വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഷ്ണവ സംസർഗത്തിലൂടെയാണ് ആ വിത്ത് മുളയ്ക്കുന്നത്. അതാണ് അധോ ശ്രദ്ധ, പിന്നെ സാധുസംഘാണ് വന്നിരിക്കുന്നത്. ആ ശ്രദ്ധ എന്ന് പറയുന്ന ഈ വിത്താണ്. അത് കഴിഞ്ഞ് സാധു എന്ന് പറഞ്ഞാൽ വൈഷ്ണവരുടെ സംഘ്, അത് കഴിഞ്ഞ് ഭജനക്രിയ. ഇങ്ങനെ പോകുമ്പോൾ കൃഷ്ണന്റെ കൃപ ആ ജീവാത്മാവിന്റെ മുകളിൽ വന്നു കഴിയുമ്പോൾ ആ ജീവാത്മാവിന് വേണ്ടി കൃഷ്ണ ഒരു ഗുരുവിനെ അയച്ചു കൊടുത്തു. ഇത് എത്ര നാൾ മുമ്പായിരിക്കും കൃഷ്ണന് ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ജീവാത്മാവിന് വേണ്ടി ഗുരുവിനെ പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് ഓർമ്മ വരില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ഷെയർ ചെയ്യാണ്. നിങ്ങൾ കേട്ട് കാണും നാഡീ ജ്യോതിഷം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും നാഡീ ജ്യോതിഷം? കേട്ടിട്ടുണ്ട് പ്രഭു. എന്തുവാ സാധനം?
എന്തുവാ മാതാജി? ഹലോ, പോയോ? ഹരേ കൃഷ്ണ പ്രഭു. നമ്മുടെ പേരും നാളും കൊടുത്തു കഴിയുമ്പോ അതിനെപ്പറ്റി നോക്കി പറയുന്നതല്ലേ. ജാതകം എഴുതി വെച്ച്, പഴയ ജാതകം എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ. നാഡി ജ്യോതിഷ നാഡി നോക്കി പറയുന്നതല്ല, ഇത് ശിവപാർവതിമാര് തമ്മിലുള്ള സംഭാഷണം. ശ്ലോക രൂപത്തിൽ പാർവതി ശിവനോട് ചോദിക്കുന്നു. അവർക്കും ടൈം പാസ് വേണ്ടേ? ഭഗവാനെ, ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ജനിക്കുന്ന ജീവാത്മകളെ എൻ്റെ സന്തതികളാണ്, അവരുടെ ഭവിഷ്യം പറയാൻ പറയും. അപ്പൊ ശ്ലോക രൂപത്തിൽ ശിവൻ പാർവതിയിൽ പറയാണ്, ഇന്ന ജീവാത്മാവ് ഇന്ന മാതാപിതാവിന്റെ സന്തതിയായിട്ട് ഒന്നാമത്തെ സന്തതി, രണ്ടാമത്തെ, മൂന്നാമത്തെ, ജനിച്ചു മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ, ആരെ വിവാഹം കഴിക്കും, എത്ര മക്കളുണ്ടാകും, എന്ത് ജോലിയായിരിക്കും, എന്താ ഓരോ പ്രായത്തില് 33-ാമത്തെ വയസ്സിൽ 34, 35, 36 ഇങ്ങനെ പറയും. ഇത് എവിടെ നിന്ന് അവർ പറയുന്നത്? കൈലാസത്തിൽ. ഇത് ഭൂമിയിൽ നിന്ന് സപ്തഋഷികൾ എഴുതുന്നുണ്ട്. 7 ഋഷിമാര് അവരവരുടെ ഇതിന്റെ ഇഷ്ടത്തിൽ എഴുതി. ചിലര് വായിക്കാൻ ആർക്ക് ഭാഗ്യമുണ്ട് അവർക്ക് മാത്രം എഴുതി. ചിലർ ജനനം മുതൽ മരണം വരെ എഴുതി. ചിലർ ആർക്കിത് കിട്ടാൻ ഭാഗ്യമുണ്ട്, ഏത് വയസ്സിലാണ് ആ വയസ്സ് മുതൽ മരണം വരെ എഴുതി. അങ്ങനെ പല വിധത്തിൽ എഴുതി. അതിൽ അഗസ്ത്യമുനി എഴുതിയത് തമിഴിലാണ്, പഴയ ഒരു തമിഴിൽ വേണം. അതിന് അഗസ്ത്യ ശിവനാടി എന്ന് പറയും. ഇതെനിക്ക് നേരത്തെ മുതൽ അറിയാവുന്ന കാര്യമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ നാസിക്കിൽ അതിനവരുടെ ഉണ്ട്, തമിഴന്മാരൊരു നമ്മുടെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ ഒരു ക്ഷേത്രമുണ്ട്, ശിവപാർവതി. ആ ക്ഷേത്രത്തിലാണ് ഇത് ഉള്ളത്. നമ്മൾ ചില സിനിമയിലൊക്കെ ഇതൊക്കെ പറയാറുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചെന്ന പോയിട്ട് മോന്റെ വിവാഹം നടക്കുന്നില്ലല്ലോ, നോക്കാന്ന് വിചാരിച്ചു പോയി. മോന്റെ ജാതകം എടുത്തു. അപ്പൊ നമ്മുടെ ഈ തമ്പിന്റെ വിരൽ, അതായത് പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ ഇടത് തമ്പിന്റെ നമ്മള് വലത് തമ്പിന്റെ അടയാളം മാത്രം കൊടുത്താൽ, പേരും നാളും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൊടുക്കണ്ട. അത് ഇങ്ങോട്ട് പറയാം, നമ്മളുടെ പേര്, നാള്, നമ്മുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഭാര്യയുടെ പേര്, ഭർത്താവിന്റെ പേര്, എത്ര മക്കളുണ്ട്, ഇതെല്ലാം അവർ പറയും. അപ്പൊ ഞാൻ മോന്റെ കൊടുത്തു. മോന്റെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടി. ഞാൻ പറഞ്ഞു മോന്റെ പേര് ജയേഷ്, അച്ഛന്റെ പേര് ജയപ്രകാശ്, ഗവൺമെന്റ് സർവീസ് റിട്ടേൺ, അമ്മയുടെ പേര് തുളസി, അമ്മ ജീവിച്ചിട്ടുള്ള ഒരു സഹോദരി ഉണ്ട്, സഹോദരി കമ്പ്യൂട്ടർ സയൻസ് ആണ്. എന്നിട്ട് അവര് പറഞ്ഞു ഈ വർഷം ഡിസംബറിന് മുമ്പായിട്ട് വിവാഹം നടക്കുന്നു പറഞ്ഞു. പെണ്ണിന്റെ പേരിന്റെ ആദ്യ അക്ഷരം പറഞ്ഞു. പെണ്ണ് കമ്പ്യൂട്ടർ സയൻസ് ആണ്, ജോലിയുള്ളതാണ്, നല്ല പെൺകുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല കുടുംബമാണ്. ഇപ്പൊ താമസിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അവരുടെ വീട്. അത് കോട്ടയത്ത്. അപ്പൊ നമ്മൾ താമസിക്കുന്ന നോക്കിയാലും, നമ്മുടെ വീട്ടിൽ നോക്കിയാലും തെക്ക് കിഴക്കായിട്ടാണ്, കിഴക്കായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ആധ്യാത്മിക പാതയിലാണ് പോകുന്നത്, പിന്നെ ആധ്യാത്മികയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. എന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. വേറെ ഒന്നും അറിയാൻ ഒരു താല്പര്യമില്ലായിരുന്നു. എപ്പം മരിക്കുന്നു, എന്ത് സംഭവിക്കും, എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ഒരു വിളിച്ച് എന്റെ കൂടെ നോക്കാമെന്ന് വെച്ചാൽ എന്റെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ അവർ പറഞ്ഞു വിരലടയാൻ തന്നിട്ട് പോകും, ഞങ്ങൾ പിന്നെ ബോംബെയിലുണ്ട്, അവിടെ തിരക്കിയിട്ട് ഉണ്ടെങ്കിൽ വായിക്കാം, പൂനെയിൽ വന്നിട്ടുണ്ടോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ വന്നു, ബോംബെയിലുണ്ട്, വന്നു കഴിഞ്ഞാൽ തരാമെന്ന്. അവര് ബോംബെയിൽ സാധനം കൊണ്ടുവന്നു. ഓലയില്ല, പനിയോലയിൽ എഴുതിയേക്കുന്ന, പഴയ ലിപിയിൽ എഴുതി എന്റെ എടുത്തു പറഞ്ഞ അച്ഛൻ്റെ പേര് ഭാസ്കരൻ, അമ്മയുടെ ഒരു പേര് പിന്നെ ലതിക, ഗവൺമെന്റ് സർവീസ് റിട്ടയർഡ് ആണ്, ഒരു അനിയനേ ഉള്ളൂ, 2 മക്കള്, മൂത്തത് മോൻ, ഇളയത് മോള്, ഒരാൾ കമ്പ്യൂട്ടർ സയൻസ്, ഒരാൾ ഫാഷൻ ഡിസൈനിങ് ആണെന്നും പറഞ്ഞു. എന്നോട് ചോദിച്ചു, സാർ നിങ്ങൾക്ക് ഏതെങ്കിലും ഗുരു ഉണ്ടോ? ഇത് പറയാൻ ഞാൻ ഇത്രയും പറഞ്ഞു, ഗുരു ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. എന്താന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്താ പേര് വന്ന് ചോദിച്ചു. ആ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ജയപാദക സ്വാമി ഗുരു മഹാരാജ്. നിങ്ങൾ വിശ്വസിക്കുന്നത് 5 മിനിറ്റ് ഞാനിന്ന് കരഞ്ഞവിട്ടിരുന്നു. എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ, ഇത് അഗസ്ത്യമുനി 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതാൻ കുറഞ്ഞത്, അതിന് മുമ്പായിരിക്കാം, നമുക്കറിയില്ല. 5000 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ്, ഇനി എത്രായിരം വർഷം മുമ്പ് നമുക്കറിയില്ല. അന്ന് പ്രകൃതി അല്ലെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആരായിരിക്കണം ആധ്യാത്മിക ഗുരു എന്നുള്ളത്. പിന്നെ എൻ്റെ മൊത്തം ആധ്യാത്മിക പ്രോഗ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേറെ വിഷയമാണ്, അതോട്ട് ഞാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ജയപാദക സ്വാമി ഗുരുമഹാരാജ് പനയൂരിൽ അഗസ്ത്യമുനി 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഗുരു വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എത്രമാത്രം പ്രയത്നിക്കുന്നത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം കൃഷ്ണ കൃപ കൊണ്ട് നമുക്ക് ഗുരുവിനെ ലഭിക്കുന്നു. ആ ഗുരുവിന്റെ കൃപ കൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നത്. അതായത് കൃഷ്ണൻ നമുക്ക് ഗുരുവിനെ തരുന്നു, ഗുരു നമുക്ക് കൃഷ്ണനെ തരുന്നു. ഇത് മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, നമ്മൾ ഭൗതിക ക്ലേശങ്ങളാകുന്ന അഗ്നിയുടെ നടുവില് ഇപ്പൊ നമ്മൾ ആ ഭൗതിക ക്ലേശങ്ങളുടെ അഗ്നിയുടെ നടുവിലാണ്. അപ്പൊ ഈ ക്ലേശങ്ങൾ, അതായത് ഈ ക്ലേശങ്ങൾ ഗുരു അദ്ദേഹത്തിന്റെ കൃപയാകുന്ന ജലം തളിച്ച് അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കാർമേഘത്തിന്റെ രൂപത്തിൽ ഗുരു വന്നിട്ട് നമ്മളുടെ ക്ലേശം ജലം എന്ന് പറയുമ്പോൾ നമുക്ക് ഹരകൃഷ്ണ മഹാമന്ത്രമാകാം, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാകാം, അദ്ദേഹം തരുന്ന പ്രഭാത എന്ന ഗ്രന്ഥങ്ങളിലൂടെ ആകാം,
അദ്ദേഹത്തിന്റെ ഭാഗവതം ക്ലാസ് ആകാം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ നമ്മുടെ ശരീരത്തിൽ ജലം തളിക്കുകയാണ്. എന്തിന്? നമ്മൾ അനുഭവിക്കുന്ന അഗ്നിയുടെ ചൂട് ഇല്ലാതാക്കാൻ, കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ഇല്ലാതാകും. ആധ്യാത്മിക ജീവിതത്തിൽ സിൻസിയർ ആത്മാർത്ഥമായിട്ടോ 10, 15, 20 വർഷമായി ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കി അറിയാം, അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോഴും ആ അനുഭവങ്ങൾക്ക് അവരെ തകർക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഈ ഗുരു നമ്മൾക്ക് ആത്മീയ ഉപദേശമാകുന്ന ജലം, ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന ജലം, അല്ലെങ്കിൽ ഭാഗവതമാകുന്ന ജലം തളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്നെ തളർന്നു പോയത്. അപ്പൊ ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും എപ്രകാരം നമ്മുടെ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ, ഭാഗവത കഥ കേൾക്കുമ്പോൾ, ഭഗവത്ഗീതയും വായിക്കുമ്പോൾ, ഗുരു പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ദാവാഗ്നി എരിയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗുരു നമ്മളുടെ കൈ പിടിച്ച് ഈ അഗ്നിയിൽ നിന്നും ഒരു പോറലേക്കാതെ, ഒരു പൊള്ളലേക്കാതെ വെളിയിൽ കൊണ്ടുവന്ന് ആധ്യാത്മിക ലോകത്തിൽ എത്തിക്കും. ആധ്യാത്മിക ലോകത്തിൽ എന്തിനാ എത്തിക്കുന്നത്? ഈ ഭൗതികങ്ങളിൽ എല്ലായിടത്തും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അഗ്നിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ വെളിയിൽ കൊണ്ടുവരും. ഗുരു കൈ പിടിച്ചു കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളിൽ നമുക്ക് അഭയം തരും. അതാണ് ഗുരുവിന്റെ കർത്തവ്യം. വളരെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, മേഘം നമുക്ക് പകരമായിട്ട് മേഘം നമുക്ക് മഴ തരുന്നു. ഈ മഴയ്ക്ക് പകരമായിട്ട് നമുക്ക് മേഘത്തിന് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഈ സംസാര ദാവാഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ അഗ്നിയിൽ നിന്നും രക്ഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് ഗോലോക വൃന്ദാവനത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന നമ്മൾക്ക് തിരിച്ചു ഗുരുവിന് എന്ത് കൊടുക്കാൻ പറ്റും? ഗുരുദക്ഷിണയായി ഒന്നും കൊടുക്കാൻ കഴിയും. കാരണം ഭൗതികമായ യാതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ആധ്യാത്മികമായിട്ടുള്ളതൊന്നും കൊടുക്കാൻ നമ്മുടെ ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഗുരു തരുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക, നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ഗുരു നമ്മുടെ കൈ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പുറമോട്ട് വലിക്കാതിരിക്കുക. നമ്മൾ അറ്റ്ലീസ്റ്റ് അദ്ദേഹം നമ്മളുടെ കൈ പിടിച്ചു പോകുമ്പോൾ ആ താളത്തിനൊത്തും തുള്ളാൻ ശ്രമിക്കുക. ഇതാണ് ഒരു ഗുരുവിന് ശിഷ്യൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. പക്ഷെ പലപ്പോഴും നമ്മൾ കൈ പിടിച്ച് അങ്ങോട്ട് വലിക്കും, നമ്മൾ ഇങ്ങോട്ട് വലിക്കും. അത് ഗുരു നിന്ദയാകും. അപ്പൊ നമ്മളിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് ഗുരു. മേഘം എവിടെയാണ്? നമ്മൾ ഈ ഭൂമിയിലാണ്. മേഘത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് എങ്ങനെയാ? നമ്മുടെ കയ്യെത്താത്ത ദൂരത്താണ് മേഘം. അതേപോലെയാണ് ഗുരു നമ്മളിൽ നിന്ന് ഒരുപാട് ഉയരെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഗുരുവിന് 2 കാലുണ്ട്, 2 കൈയുണ്ട്, 2 കണ്ണുണ്ട്, അദ്ദേഹം ആഹാരം കഴിക്കുന്നു, അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്യുന്നു. ഇതൊക്കെ അതല്ല ഗുരു. ഗുരു തത്വത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതേപോലെ ഗുരുവിനെ, കാര്യം ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ഗുരു. നമ്മളോടുള്ള അനുകമ്പ കൊണ്ട് ഗുരുവിനെ ഭഗവാൻ അയക്കുന്നതാണ്. നമ്മൾ കർമ്മദോഷം കൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നത്. പക്ഷെ ഗുരു വരുന്നത് കർമ്മദോഷം കൊണ്ടല്ല. നമ്മുടെ കർമ്മത്തിന്റെ ദോഷം ഇല്ലാതാക്കാനാണ് ഗുരു വരുന്നത്. കർമ്മദോഷം കൊണ്ടാണ് ഗുരു വരുന്നത്, നമ്മുടെ കർമ്മദോഷം കൊണ്ട്, ഗുരുവിന്റെ കർമ്മദോഷം കൊണ്ടല്ല. പ്രഭുപാദ് ഒരൊറ്റ പ്രാവശ്യം വായിന്ന് വീണു പോയതാണ്. ബ്രദർ ലെക്ചർ പറഞ്ഞു പോയി, എനിക്ക് വരാൻ ആഗ്രഹമില്ലായിരുന്നു, കൃഷ്ണൻ എന്നെ നിർബന്ധിച്ച് വഹിച്ചതാണ്. അതുപോലെ തന്നെ ഗുരുവിന്റെ ഒരു കാര്യമാണ് മേഘം. മേഘം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മേഘം ഒരിടത്തും അടങ്ങി നിൽക്കത്തില്ല. ഗുരു അതുപോലെയാണ്. ഗുരു എന്തുകൊണ്ടാണ് ഒരിടത്ത് അടങ്ങി നിൽക്കാത്തത്? ഈ നോക്കുന്നിടത്ത് എല്ലാ ആൾക്കാര് ദുഃഖത്തിലാണ്ട് കിടക്കുകയാണ്, ഈ അഗ്നിയിൽ എരികയാണ്. ഇവിടെ ഒരാളുടെ അഗ്നി ഇല്ലാതാക്കുമ്പോൾ അവിടെ കാണും, ബംഗാളി കാണും, ബംഗാളി കാണുമ്പോൾ ബംഗ്ലാദേശിൽ കാണും, ബംഗ്ലാദേശിൽ കാണുമ്പോൾ ഇംഗ്ലണ്ടിൽ കാണും. അപ്പൊ ഗുരു ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണം നാരദമുനി. പ്രഹ്ലാദമാര് ഒറ്റ പ്രാവശ്യമേ പ്രഹ്ലാദ് കണ്ടിട്ടുള്ളൂ, ധ്രുവ് ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, മൃഗാരി ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, വാൽമീകി ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതായത് ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് പ്രഹ്ലാദിനും, ധ്രുവിനും, മൃഗാരിക്കും, വാൽമീകിക്കും, ഈവൻ നള്ളക്കുബേരന് പോലും ഒറ്റ പ്രാവശ്യം ഗുരുവിന്റെ ദർശനം കിട്ടിയതേ ഉള്ളൂ. അവരെ ആ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഗുരുവിന് കഴിഞ്ഞു. കൃഷ്ണനെ നമ്മൾ കാണുന്നില്ല. കൃഷ്ണൻ നമ്മൾ അറിയുന്നത് ഗുരുവിലൂടെയാണ്. നമ്മുടെ സത്യം നമ്മൾ അറിയുന്നുമില്ല. ഗുരു തരുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻപിലുള്ളത് ഗുരു മാത്രമാണ്. ആ ഗുരുവിനെ നമ്മൾ ഭഗവാൻ എത്രമാത്രം സ്നേഹവും ബഹുമാനം കൊടുക്കുന്നു, അതിന്റെ ഇരട്ടി കൊടുക്കണം.
കാരണം ആ ഗുരുവിനെ നമ്മൾ അതേ കൃഷ്ണനേക്കാൾ ഭക്തിയോടും ശ്രദ്ധയോടും കാണുമ്പോഴും സ്നേഹിക്കുമ്പോഴും സേവിക്കുമ്പോഴും മാത്രമേ നമ്മൾക്ക് കൃഷ്ണന്റെ സ്നേഹവും വാത്സല്യവും കിട്ടുകയുള്ളൂ. ഭഗവാൻ ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദുർവാസാന് കൊടുക്കുന്ന ഉപദേശത്തിലുണ്ട്, സനത്കുമാരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിലുണ്ട്. സനത്കുമാരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ, അതായത് ജയവിജയന്മാരുടെ ലീലയിൽ സനത്കുമാരൻ ഭഗവാൻ അവിടെ വന്നിട്ട്, ഭഗവാൻ വിഷ്ണു വന്നിട്ട് സനത്കുമാരന്മാരോട് പറയുമ്പോൾ ഒരു ശ്ലോകം ഉണ്ട്. ആ ശ്ലോകം എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഒത്തിരി ടച്ചായിട്ട് എഴുതി വെച്ചത് അത് കാണാൻ പഠിക്കും. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞാണെന്ന് തോന്നുന്നത്. അതായത് എന്റെ പാതാരബിന്ദങ്ങളുടെ ശക്തി കൊണ്ട് ഏതൊരു ജീവാത്മാവിന്റെയും എല്ലാ അനർത്ഥങ്ങളും ഇല്ലാതാവും. ആ എന്റെ പാതാരബിന്ദങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഭക്തരുടെ പാതാരബിന്ദ സേവ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തരെ കാണുന്ന ശ്രേണി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഗുരു ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് നമുക്ക് കൃഷ്ണ സേവയുടെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പാകുകയാണ്. അതായത് എന്തിനാണ് ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പാകുന്നത്? ഗോലോക വൃന്ദാവന കൃഷ്ണ സേവയുടെ വിത്ത്, കൃഷ്ണ സേവയുടെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പാകിയിട്ട് നമുക്കിവിടെ നമ്മുടെ വിഗ്രഹത്തിൽ സേവ ചെയ്യിക്കുന്നില്ലേ ഗുരു? എന്തിനാണ് ചെയ്യിക്കുന്നത്? കാര്യം ഇതേ സേവ നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ ചെയ്യാനുള്ള മൂഡ്, ആ ചേതന ക്ലീൻ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വിഗ്രഹത്തിൽ ചെയ്യുന്ന ഇതേ സേവ നമുക്ക് കൃഷ്ണരാധയത്തെ നേരിട്ട് ചെയ്യാൻ പറ്റും എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ. അപ്പൊ അത്ര ഭയഭക്തി ബഹുമാനത്തോടുള്ള സേവ ഇവിടെ വിഗ്രഹത്തിൽ ഗുരു ചെയ്യിക്കുന്നത് ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണ സേവ ചെയ്യാൻ നമ്മളെ എലിജിബിൾ ആക്കുകയാണ്, നമ്മളതിനെ പ്രാപ്തരാക്കുക. അതാണ് പ്രാപ്തസ്യ കല്യാണ ഗുണാവർണവസ്യ. നമുക്കറിയില്ല കൃഷ്ണൻ എങ്ങനെ സേവ ചെയ്യണം, എങ്ങനെയാണ് പ്രാപ്തസ്യ, കൃഷ്ണൻ എങ്ങനെ പ്രാപ്തി ചെയ്യണം. അത് ഗുരു നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ പ്രാപ്തരാക്കുകയാണ്. അതായത് കൃഷ്ണന്റെ സേവ എങ്ങനെ ചെയ്യണം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സദ്ഗുരുവിന്റെ ചരണാരവിന്ദങ്ങളിൽ ഞാൻ ആശ്രയം തരുന്നു. വന്ദേ ഗുരുശ്രീ ചരണാരവിന്ദേ. ഇതാണ് ഗുരു നമുക്ക് തരുന്ന ആദ്യത്തെ ഗിഫ്റ്റ്. അതായത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ മായാതത്വത്തിൽ മായയിൽ അകപ്പെട്ട് വെന്തെരിയാനുള്ള റിയലൈസേഷൻ ഏറ്റവും വലിയ അമൂല്യ രത്നം. ഇസ്കോണിൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കുമായിരുന്നു, എങ്ങനെയുണ്ട് സുഖം, നമ്മൾ എന്തു പറയുമായിരുന്നു? കുഴപ്പമൊന്നുമില്ല, സുഖം, നല്ലതായിട്ട് കിടക്കും. നടുവേന ഉണ്ടെങ്കിലും കാലുവേന ഉണ്ടെങ്കിലും മക്കൾ കഴിച്ചു പോയാലും ശരി, ഭർത്താവ് തല്ലിയാലും ശരി, നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുന്നായിരുന്നു. നമുക്ക് ദുഃഖത്തിന്റെ റിയലൈസേഷൻ ഇല്ലായിരുന്നു. ഇന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കറിയാം ഈ ഭൗതിക ലോകത്തുള്ള മായയുടെ അപകാരത്തിലാണ്, പ്രപഞ്ചമുള്ള അപകാരത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നത് ഗുരുവാണ്. ദുഃഖാഗ്നിയിൽ നമ്മൾ എരിയുകയാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലാക്കിയത് ഗുരു. ഇന്നും ഭക്തി ഇല്ലാത്തവരോട് ചോദിച്ച് എങ്ങനെയുണ്ട് സുഖം? സുഖം. ഒരു നല്ല ഒരു 17 പുഞ്ചിരിച്ചുകൊണ്ട് പറയും സുഖമാണെന്ന്. വീണ്ടും ചോദിച്ചു സുഖമാണെന്ന്. ആ സുഖമാണെന്ന് പറയുന്നതിന്റെ അത് കുറഞ്ഞു വരും. അവസാനം തോളെ കൈ വെക്കാമെങ്കിൽ കണ്ണീന്ന് കണ്ണീര് വരും. അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ അക്കൗണ്ട് സെക്ഷൻ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്, കല്യാണം കഴിഞ്ഞാണ്, വളരെ പ്രായം കുറഞ്ഞ കുട്ടി, എൻ്റെ മോളെക്കാട്ടിലും ഇളയതാണ്. ഇന്ന് അതിന്റെ ഓപ്പറേഷൻ ആയിരുന്നു, അതിന്റെ ഹാർട്ടിന്റെ തോന്നുന്നത്. നമ്മൾ പരമ്പൂജ ഏകാദശമന്റെ ഷെൽട്ടർ എടുത്ത കുട്ടിയാണ്, ദീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എപ്പോ നോക്കിയാൽ നല്ല ഹാപ്പി ആയിട്ടാണ് ഓഫീസിൽ വരുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം. പൂർവ്വശം ചെറിയ പ്രവൃത്തി എനിക്ക് ഇന്റർവ്യൂ സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നത്. എപ്പോഴും സമയം കിട്ടുന്ന പറയാം, ഞാൻ ആ 11 മണി അമ്പലത്തിലുണ്ട്, അല്ലെങ്കിൽ വീട് അപ്പുറത്ത് തന്നെ, വീടിന് അവിടെ വരാം, അല്ലെങ്കിൽ എവിടെ വെച്ചാൽ സൗകര്യം. അപ്പൊ കൊച്ചിന്റെ ആദ്യത്തെ പ്രശ്നം പറഞ്ഞാൽ അച്ഛനും അമ്മയായിട്ട് ചേരത്തില്ല. അച്ഛനും അമ്മയായിട്ട് ചേർത്ത് അമ്മ അച്ഛനെ പിടിച്ചിട്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിട്ടു. അമ്മായിയമ്മ കൊച്ചിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിച്ച ഡിവോട്ടിയാണ്, അത് പെർമനന്റ് ഒരു ജോബിൽ ഇൻകമില്ല. പിന്നെ ഈ കൊച്ചിന് ശാരീരിക ബുദ്ധിമുട്ട്, ഹാർട്ടിന്റെ വാലിനുണ്ട്. അതിന്റെ ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിരുന്നു, നമ്മളൊക്കെ എക്സ്ട്രാ ജീവിക്കുകയും ചെയ്ത കൊച്ചിന്. അപ്പൊ ഇത്രയും പ്രായം കുറഞ്ഞ് 21-22 വയസ്സ് കാണുന്ന ആ കുട്ടി അനുഭവിക്കുന്ന വേദന ഇത്രയൊക്കെ ഉണ്ട്. എപ്പോ നോക്കിയാലും ഹാപ്പി ആയിട്ടാണ് പക്ഷെ നടക്കുന്നത്. ഇത് ഓരോ മനുഷ്യന്റെ അവസ്ഥയാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. ആ ദുഃഖങ്ങള്, ഭൗതികമായ ദുഃഖങ്ങളാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഗുരു. അതാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അമൂല്യരത്നം. ഒരു ശ്രീല പ്രഭുപാദ്
അമേരിക്കയിലുള്ള സമയത്ത് ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ചോദിച്ച ചോദ്യമാണ്. പ്രഭുപാദ് പറയുന്നു ജീവന്റെ ഏറ്റവും വലിയ ഉദ്ദേശം കൃഷ്ണപ്രാപ്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മായാദേവിയെ കൃഷ്ണത്രൻ സ്ട്രോങ് ആക്കിയത് എന്തിനാണ്? മായ സ്ട്രോങ് അല്ല, നീ വീക്കാണെന്നോ. നിന്റെ ഇച്ഛാശക്തി വീക്കാണ്. നിന്റെ ഇച്ഛാശക്തിയും നീയും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മായാദേവി ഓട്ടോമാറ്റിക്കലി വീക്കായിക്കൊള്ളും. അപ്പൊ നമ്മളുടെയൊക്കെ ഇച്ഛാശക്തി തീവ്രതയാക്കണം. ഈ ജന്മത്തിൽ തന്നെ ഈ ഭൗതിക ലോകത്തിൽ നിന്നും നമുക്ക് ആധ്യാത്മികത്തിൽ പോകണമെന്ന ഉദ്ദേശത്തോടെ ഭക്തി ചെയ്യാം. അതെങ്ങനെയാണ് ഈ ദാവാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അടുത്ത ശ്ലോകത്തില്, അടുത്ത തത്വത്തിൽ, അടുത്ത ഗൗരതത്വമാണ്. അപ്പം ഗുരു നമ്മളെ പഠിപ്പിച്ചു, ഈ ഭൗതിക ലോകം നിങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമല്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ആ രക്ഷ എങ്ങനെ പെടും എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിലോ പറയാനുണ്ടെങ്കിലോ പെട്ടെന്ന് ചോദിക്കാൻ പറയാം. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. മാതാജി. പ്രഭു, ഇത്രയും വലിയ അർത്ഥങ്ങൾ ഇതിൽ ഉണ്ടെന്നുള്ളതൊന്നും തീരെ അറിയില്ലായിരുന്നു പ്രഭു. വളരെ ഇത്രയും എന്താ പറയണ, ഭയങ്കര അറിയാനുള്ള ആഗ്രഹമുണ്ട്. പ്രഭുവിന്റെ നല്ല ക്ലാസ്സാണ്. ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല അത്രയും തത്വങ്ങൾ ഇതിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത്. വെറുതെ ചൊല്ലാണ്ടെന്നല്ലാണ്ട് ഇത്രയൊന്നും അറിയില്ലായിരുന്നു പ്രഭു. ഒന്നും അറിഞ്ഞിട്ടല്ല, എന്നാലും അറിയില്ലായിരുന്നു ഒട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളുടെ കൃപ കൊണ്ട്, നിങ്ങൾ കേൾക്കാൻ തയ്യാറായതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാൻ പറ്റിയത് ഒത്തിരി സന്തോഷം പ്രഭു. അതില് ആ ഗുരുകൃപയാണോ കാർമേഘം? ഹരേ കൃഷ്ണ. എനിക്ക് നിങ്ങളുടെ കൃപയാണ് കൂടുതലും. നിങ്ങളിത് കേൾക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ ഞാൻ എനിക്കിത് വായിക്കാനും പഠിക്കാനും പറ്റിയത്. അതെ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ആ ഗുരുകൃപയാണോ കാർമേഘമായി വരുന്നത്? ഗുരുവിന്റെ കൃപ, ഗുരു രണ്ടും ഒന്ന് തന്നെ. അതെ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നരത്തം പ്രഭു നമുക്കിവിടെ നിർത്താം. നരത്തം പ്രഭു നമുക്കിവിടെ നിർത്താം. അൺമ്യൂട്ട് ചെയ്യും പ്രഭു. നരത്തം പ്രഭു അൺമ്യൂട്ട് ചെയ്യേ. ഒരു മിനിറ്റ്. ഓക്കെ പ്രഭു, നമുക്ക് നിർത്താം. ഓക്കെ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ